നമസ്കാരം. ഞാൻ കൊല്ലം തുളസിയാണ്. തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധരായ, ബുദ്ധിമാന്മാരായ, വിവേകശക്തിയുള്ള, തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് കാര്യങ്ങളോട് വിവേകപൂർവ്വം പ്രതികരിക്കാൻ കഴിവുള്ള സമ്മതിദായകരോട് എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ 3 പ്രധാനപ്പെട്ട കക്ഷികൾ, സ്ഥാനാർത്ഥികൾ മത്സരത്തിലുണ്ട്. ഇവരിൽ ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യരുത്, ചെയ്യേണ്ടത് ആർക്കാണെങ്കിലും അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്തെല്ലാമാണ് പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് തെറ്റുകൾ, കുറ്റങ്ങളെന്നൊക്കെ ഒന്ന് വിശകലനം ചെയ്യേണ്ട ഒരു സമയമാണ്. ഞാൻ കൊല്ലത്ത് തിരുവനന്തപുരം നഗരസഭയിലെ ഉദ്യോഗസ്ഥരായി സ്ഥലം മാറി വന്നിട്ട് 45 വർഷമായി. ഈ കഴിഞ്ഞ 45 വർഷമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ വളർച്ചയും തളർച്ചയും എല്ലാം നേരിട്ട് കണ്ടു അനുഭവിച്ചു. ഒരു തിരുവനന്തപുരം നഗരസഭാ ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ അനുഭവിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പണ്ട് ഭരണകാലത്ത് നടന്നിട്ടുള്ള പുരോഗമനപരമായ പദ്ധതികളും സ്ഥാപനങ്ങളും കെട്ടിട സമുച്ചയങ്ങളും അത്ഭുതങ്ങളും അല്ലാതെ ഈ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാം, കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. സംഭവിക്കാതിരുന്നിട്ടുമില്ല. ഒന്നുമില്ല എന്ന് പറയുന്നതും വിവരക്കേടാണ്, അറിവുകേടാണ്. പക്ഷെ ഞാൻ പറയുന്നു, കാര്യമായ ഒരു പുരോഗതി, ഒരു വികസനം, ഒരാവശ്യം ഇപ്പോഴും നടന്നിട്ടില്ല. കേരളം സ്വതന്ത്രമായിട്ട് വർഷങ്ങൾ എത്രയായി? ഇന്ത്യ സ്വതന്ത്രമായിട്ട് എത്ര വർഷങ്ങളായി? കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണതലത്തിൽ വികസന കാര്യങ്ങൾ അല്ലാതെയുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യനെ നീറുന്ന പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. അത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ഇനിയുള്ള കാലം വളരെ കുറവേ ഉള്ളത് നമുക്ക്. ഞങ്ങളൊക്കെ സിനിമ നടീനടന്മാർ രാത്രിയിലൊക്കെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ പോയി ഡബ്ബ് ചെയ്ത് രാത്രി 1 മണിക്കും 2 മണിക്കും വരെ പോകും. വഴിയോരങ്ങളിൽ പബ്ലിക് പൈപ്പിൽ ക്യൂ നിൽക്കുന്ന കാണാം. സ്ത്രീകൾ ഉറക്കമൊഴിഞ്ഞ് കുടിവെള്ളത്തിന് വേണ്ടി, ദാഹജലത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചകൾ അന്നും ഇന്നും ഞാൻ കാണാറുണ്ട്. അത് കഴിഞ്ഞോട്ട് വരുമ്പോൾ പല വഴിയോരങ്ങളിൽ ആളുകൾ കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തമ്പാനൂരിലായാലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ആരുടെയൊക്കെ കയ്യിൽ നിന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്നവരും ഒരു നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ആർത്തിയോടെ നോക്കുന്ന മുഖങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നമില്ല, വസ്ത്രമില്ല, കിടക്കാൻ 1 ഇഞ്ച് ഭൂമിയില്ല, ജോലിയില്ല, കിട്ടുന്ന ജോലിക്ക് കൂലിയില്ല, അല്ലാത്തൊരവസ്ഥ. ഇതൊക്കെ മതിയോ ഇത്രയും കാലത്തെ വളർച്ചയ്ക്ക്? സ്വാതന്ത്ര്യത്തിൽ കിട്ടി ഇത്രയും വർഷങ്ങളായില്ലേ? ഒരു മനുഷ്യൻ ജനിച്ചു വളർന്ന് ജോലി കിട്ടി വിവാഹം ചെയ്ത് മക്കളായി അവരെ പഠിപ്പിച്ച് വലുതാക്കി ഒരു പൂർണ്ണതയിൽ എത്തണമെങ്കിൽ 70 വർഷക്കാലം മതി. 70 വർഷം കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണതയിലെത്തി. പിന്നെ സുഖമുള്ള കാലം മക്കളും കൊച്ചുമക്കളോടൊപ്പം കഴിയേണ്ട ഒരവസ്ഥയാണ്. അത് ഒരു വ്യക്തിയായാലും ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അത് അന്വർത്ഥമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്ത് സംഭവിച്ചു? ഞാൻ കൂടുതലേക്കൊന്നും പറയുന്നത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം ലോക്സഭയിൽ നിന്ന് ഒരുപാട് പേർ മത്സരിച്ച് പോയിട്ടുണ്ട്.